കാണുന്നുണ്ട്. ഓക്കെ, സോ ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മോഡൽ ടെക്ല 2020 ആണ്. സോ ടെക്ല 2020 ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന എൻവയറമെന്റ് മിഡിൽ ഈസ്റ്റ്. ഓക്കെ ഓക്കെ, മിഡിൽ ഈസ്റ്റേൺ എൻവയറമെന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ വെനെവർ യു സെലക്ട് എ പെർട്ടിക്കുലർ എൻവയറമെന്റ് അക്കോർഡിംഗ് ടു ദാറ്റ് ആയിരിക്കും നിങ്ങളുടെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ബീംസ് ക്ലിക്ക് ചെയ്യാണ്. സോ ബീംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിലേറ്റഡ് ഇൻഫോർമേഷൻ എനിക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടും. സോ ഐ വാണ്ട് ടു ചേഞ്ച് ദി പെർട്ടിക്കുലർ പ്രൊഫൈൽ ഹിയർ. സോ ആ പ്രൊഫൈലിന്റെ അനുസരിച്ചിട്ട് എന്റെ റിലേറ്റഡ് ഡീറ്റെയിൽസ് ചേഞ്ച് whenever I'm changing the environment. Okay, so according to the environment, this particular profile will change. Profiles will change. For example, there will be some introduction to iProfiles, like what's extra profiles varo, and in some other environments it will be not be there. Okay, but the way you're working in Tekla, like beam placement, column placement, grid placement, increment of grid, so on and so forth, everything will be exactly the same. Okay. Okay, so that is one of the differences when you add a particular environment. Now, if we start from the user interface, then we have a user interface of if a no model പോയി കഴിഞ്ഞാൽ നമ്മളുടെ steel ഉണ്ട്, concrete ഉണ്ട്, edit, view, drawing and report, manage, analyze and design, Trimble Connect. Trimble Connect is the one in which you last time നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. That was for a 3D model, right? 3D models കാണാൻ വേണ്ടി നിങ്ങളുടെ ഈ മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് യു ക്യാൻ അപ്ലോഡ് ദാറ്റ് പെർട്ടിക്കുലർ മോഡൽ ഹിയർ. ഓക്കെ ഓക്കെ, ബട്ട് അഗൈൻ ട്രിമ്പിൾ കണ്ടന്റ് നിങ്ങൾക്ക് ട്രിമ്പിൾ ഐ ഡി വേണം, എന്നാലാണ് നിങ്ങൾക്ക് ട്രിമ്പിളിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ യുവർ ഫോം വർക്ക്, ദിസ് ഇസ് ഫോർ വാൾസ് ആൻഡ് സ്ലാബ്. സോ ഇതാണ് നിങ്ങളുടെ സ്റ്റീൽ, കോൺക്രീറ്റ്, എഡിറ്റ്, വ്യൂ. സോ നമ്മളുടെ ഇതിൽ മോസ്റ്റ്ലി വാട്ട് വർ കൺസ്ട്രക്ടിങ് ഇസ് സ്റ്റീൽ ഡിസൈൻ, റൈറ്റ്? നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നത് പെർട്ടിക്കുലർ സ്റ്റീൽ ഡിസൈൻ ആണ്. കോൺക്രീറ്റിൽ നമ്മൾ എത്ര പോകാറില്ല ടെക്ല സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ. Whatever we are doing, we are going to do as a steel design. Okay, so here our major portions first will come as column and beam. Once we set out the column and beam, after that we are going to go for plates, bolts, belt, bolted parts, and so on and so forth. Okay, so that is related to a particular steel here. Now, whenever we are clicking on or opening our particular Tekla structure, this is our workspace. If view 1 3D ആണ് നമ്മളുടെ workspace model നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. Okay, this is our particular workspace. Now, if you go into this particular view section here, you can create a new view. Okay, നിങ്ങൾക്കൊരു പുതിയ വ്യൂ ക്രിയേഷൻ ചെയ്യാം. ആ വ്യൂ നിങ്ങളുടെ ഗ്രിഡ് ലൈൻസിന്റെ അഗേൻസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിന്റെ ഗ്രിഡ് ലൈൻ 3x3 ആണ്, 3x4 ആണ്. ഓക്കെ, ഇൻ എക്സ് വൈ ആൻഡ് സി. ഇഫ് യു നീഡ് ടു എഡിറ്റ് ദിസ് പെർട്ടിക്കുലർ തിങ്, നമ്മൾ ഓട്ടോ റെവറ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ ആക്ച്വലി എന്റെ ഫീൽഡ് മെക്കാനിക്കലാണ്. ഞാൻ പിന്നെ ജോലിക്ക് പോയപ്പോ സ്റ്റീലിലോട്ട് മാറിയതാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ റെവിറ്റ് MEP യൂസ് ചെയ്തിട്ടില്ല, റൈറ്റ്? ഇല്ല, റെവിറ്റ് ഒന്നും. ഞാൻ ടെക്ല യൂസ് ചെയ്തിട്ടുണ്ട്. ടെക്ലയുടെ തന്നെ ട്രിമ്പിൾ കണക്ട് ഇതെല്ലാം വർക്ക് ചെയ്തു. ഓക്കെ ഓക്കെ, സോ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ട്രക്ചർ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അങ്ങനെ മോഡലിംഗ് സോഫ്റ്റ്വെയർ യൂട്ടിലൈസേഷൻ ചെയ്തിട്ടുണ്ടോ? വേറെ ഇല്ല, ഞാൻ വർക്ക് ചെയ്തിടത്തല്ലേ ടെക്ലയാണ് മെയിൻ ആയിട്ട് ഇരുന്നത്. ഞാൻ ടെക്ല പഠിച്ചിരുന്നതുമാണ്, അത് പിന്നീട് മറന്നും പോയി. ഒരു 2 വർഷം മുമ്പ് ഈ ഗ്രിഡിന്റെ ഇത് ഞാനൊരു സിംഗിൾ ഫ്ലോറിന്റെ ഒരു 4 കോളം ഒക്കെ വെച്ചുള്ള ഒരു ബിൽഡിംഗ് ഞാൻ വർക്ക് ചെയ്തിരുന്നതാണ്. അത് പിന്നീട് ഞാൻ ഈ റെക്കോർഡ് സെക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നീട് അത് ഓർത്തില്ല, അതെല്ലാം മറന്നുപോയി. ഓക്കെ ഓക്കെ ഓക്കെ, സോ ഇതിൽ ഇപ്പൊ ടെക്ലയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്ല കുറച്ച് യൂണീക്ക് സോഫ്റ്റ്വെയർ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നോർമലി നിങ്ങൾ റെവെറ്റ അല്ലെങ്കിൽ ഇ ടാബ്സ് അല്ലെങ്കിൽ സ്റ്റാഡ് പ്രോ അതെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർഫേസും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് ഇപ്പൊ ഈ ഗ്രിഡ് കാണുന്നുണ്ട്, റൈറ്റ്? ഈ പെർട്ടിക്കുലർ ഗ്രിഡ് കാണുന്നുണ്ട്, അതിന്റെ കോർഡിനേറ്റ്സ് അതിന്റെ റിലേറ്റഡ് ഡീറ്റെയിൽസ് ആണ് എനിക്ക് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണാം. ഓക്കെ, ഇതാണ് എന്റെ ഗ്രിഡിന്റെ ഡീറ്റെയിൽസ്. ആ ഗ്രിഡിന്റെ ഡീറ്റെയിൽസ് എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇപ്പൊ എന്റെ ഒരു സെറ്റിംഗ്സ് ബട്ടൺ ഉണ്ട്, പ്രോപ്പർട്ടീസ്, റൈറ്റ്? ഇവിടെ ഒരു സർക്കിൾ ആയിട്ടൊരു ബട്ടൺ, അത് ക്ലിക്ക് ചെയ്താലാണ് എനിക്ക് അതിന്റെ റിലേറ്റഡ് ഡീറ്റെയിൽസ് കാണാം. ഞാൻ വേറെ ഏതെങ്കിലും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് റെഫറൻസ് മോഡൽ ആയിരിക്കും, വേറെ വരില്ല. എനിക്ക് അതിന്റെ പ്രോപ്പർട്ടീസ്, അത് എക്സ്റ്റൻറ്റീവ് ആയിക്കോട്ടെ, മോഡൽ പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, ബിൽഡിംഗ് പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, ബീം ആയിക്കോട്ടെ, കോളം ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് കൂടി ആയിക്കോട്ടെ, എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഈ സാധനം എനിക്ക് ക്ലിക്ക് ചെയ്യേണ്ടി വരും, പ്രോപ്പർട്ടീസിന് പറഞ്ഞിട്ട്. എന്നാലാണ് എനിക്ക് അതിൽ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അതിന്റെ റിലേറ്റഡ് ഡീറ്റെയിൽസിനും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ കയ്യിൽ ഇവിടെ ഗ്രിഡ് കാണിക്കുന്നത് that is on the x side. If I zoom it in, നിങ്ങൾക്ക് കാണാം, this is my x direction here.
this is my y direction here. Okay, so എനിക്ക് ഈ പെർട്ടിക്കുലർ മോഡലിന് എന്തെങ്കിലും സ്ക്രോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എൻ്റെ മൗസിന്റെ മിഡിൽ ബട്ടൺ ഉണ്ട്, അതിന് കേഴ്സർ എന്ന് പറയും. ആ കേഴ്സർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ ഇങ്ങനായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമിലർലി എനിക്ക് ഇനി ഈ മോഡലിനെ റൊട്ടേറ്റ് ചെയ്യണം. സോ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ അമർത്താം, കർസർ അമർത്താം, അതിനെ എനിക്ക് 360 ഡിഗ്രിയിൽ എവിടെ വേണമെങ്കിലും എനിക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് എൻ്റെ വ്യൂ പോർട്ട് ഓർ എൽസ് ഹൗ ഐ ആം ഗോയിങ് ടു ലുക്ക് അറൌണ്ട് ഇൻ ദിസ് പെർട്ടിക്കുലർ മോഡൽ. ഓക്കെ, അതാണ് എൻ്റെ മോസ്റ്റ്ലി ഞാൻ ഇതിൽ എന്തെങ്കിലും മോഡൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ബീമും കോളും അതെല്ലാം ഇടുന്ന സമയത്ത് നമുക്ക് ഒരു വ്യൂവിൽ മാത്രം മോഡൽ ചെയ്യാൻ പറ്റില്ല. ദർ ഹാസ് ടു ബി വേരിയസ് വ്യൂസ് ഇൻ വിച്ച് വി ആർ ഗോയിങ് ടു ആഡ് ദ പെർട്ടിക്കുലർ റിലേറ്റഡ് ബിൽഡിംഗ് കോമ്പോണന്റ്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ഹിയർ യു ക്യാൻ സി ഇവിടെ എക്സ് ഡയറക്ഷനിലാണ് ഇൻ ദിസ് പെർട്ടിക്കുലർ എ ബി സി ആൻഡ് ഡി ഈ ഗ്രിഡ് ലൈൻ വെച്ചിരിക്കുന്നത്. സിമിലർലി വൈ സെക്ഷനിലാണ് എൻ്റെ 1 2 3 sections ഇവിടെ വെച്ചിരിക്കുന്നത്, which is known as the number grid line. Okay, okay, now on my right hand side you can see there are coordinates, labels, line extensions, origin, grid color, label, font size and color, parameters. Okay, so if you look into this, ഈ ഗ്രിഡിന്റെ ഡിസ്റ്റൻസ് ഇപ്പൊ നിങ്ങൾക്ക് ഈ എക്സ് ഡയറക്ഷനിൽ എയും ബിയും കാണാം, റൈറ്റ്? പിന്നെ വൈ ഡയറക്ഷനിൽ 1 2 3 കാണാം. അതിന്റെ ഡിസ്റ്റൻസ് ഉണ്ടാവും എന്തെങ്കിലും, റൈറ്റ്? ആ ഡിസ്റ്റൻസിന്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് കോർഡിനേറ്റ്സിൽ ഇട്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ 0.00 എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആണ്, ദാറ്റ് ഈസ് ഒറിജിൻ. ഓക്കെ, 0.00 ആണ്. അത് കഴിഞ്ഞിട്ട് 6000, ദെൻ 2 ക്രോസ് 4000, മീനിങ് ഈ 6000 ആണ് എന്റെ എയും ബിയുടെ ഡിസ്റ്റൻസ്. 2 ക്രോസ് 4000 എഴുതി കഴിഞ്ഞാൽ 8000 അല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇത് കാണാമല്ലോ, 2 ക്രോസ് 4000 എഴുതിയാണ്, 2 മൾട്ടിപ്ലൈ 4000. അത് 8000 അല്ല കേട്ടോ. മീനിങ് എന്റെ സിയും ഡിയും ഗ്രിഡ് ഓട്ടോമാറ്റിക്കലി 4000 ഈച്ച് ആണ്. ഓക്കെ, അതാണ്. സോ ഞാൻ വെച്ച ഞാൻ ഇവിടെ 3000 പകരമായിട്ട് 2000 ക്ലിക്ക് ചെയ്തു, ഞാൻ ഇവിടെ മോഡിഫൈ കൊടുത്തു. സോ നിങ്ങൾക്ക് ഇത് കാണാം, രണ്ട് ലൈനും ദാറ്റ് ഈസ് ബിയും സിയും ഡിയും, ബിയും സിയുടെ ഇടയിലും സിയും ഡിയിലും 2 ക്രോസ് 2000 ഇട്ട് കഴിഞ്ഞാൽ 2000 ഡിസ്റ്റൻസ് വരാം, നോട്ട് 4000. ഓക്കെ, അതാണ് ഇതില് 2 മൾട്ടിപ്ലൈ ബൈ 2000 മീനിങ്. ഓക്കെ, സിമിലർലി നമ്മൾ വൈ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ 1 2 3 ഉണ്ട്. ഓക്കെ, സോ അതില് 0 ദാറ്റ് ഈസ് ഒറിജിൻ, പിന്നെ ഡയറക്ട്ലി 6000 സ്പേസിങ് ആയിട്ട് ഇട്ടു. അങ്ങനെ ഇതില് 6000 പകരം 3000 കൊടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് ക്ലിക്ക് ഹിയർ, ആൻഡ് മീഡിയത്തെ ഡിസ്റ്റൻസ് 3000 ആയിട്ട് മാറി. ഓക്കെ, ഹലോ, ഓക്കെ. ഈ ലെറ്റ്സ് സേ എനിക്ക് പിന്നെ പുതിയ ഗ്രിഡ് ലൈൻസ് ഇടണം അലോങ് ദി എക്സ് ഡയറക്ഷൻ ആസ് വെൽ as along the y direction. Okay, so along the x direction right now I have A, B, C and D, and along the y direction I have 1 2 and 3. Okay, so അതെങ്ങനെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കോർഡിനേറ്റ്സിന്റെ താഴെ I have something known as label here. ഓക്കെ, ആ ലേബലിൽ ഞാൻ സ്പേസ് ഇട്ടിട്ട് ഇ ഇട്ടു, എഫ് ജി. ഇനി അതിനെ ഇവിടുത്തെ ഈ ചെക്ക് മാർക്ക് ബട്ടൺ ചെയ്യും, പിന്നെ ഞാൻ മോഡിഫൈ ബട്ടൺ കൊടുക്കും. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് മോഡിഫൈ കൊടുക്കണം, ഓർ ഇത് അപ്ഡേറ്റ് ആവില്ല. Always, whether it is coordinates, labels, line extensions, it doesn't matter. If I'm adding something in this particular section, എനിക്കത് മോഡിഫൈ ചെയ്യണം, എന്നാലാണ് ഇതിൽ വിസിബിൾ ആവില്ല. ഞാൻ ഇവിടെ മോഡിഫൈ ക്ലിക്ക് ചെയ്തു. ഓക്കെ, മോഡിഫൈ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ലേബൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ ലേബിളിന്റെ ഡിസ്റ്റൻസസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ആ ഡിസ്റ്റൻസസ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ എക്സ് കോർഡിനേറ്റിൽ പോയിട്ട് സ്പേസ് ബാർ അമർത്തും. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് 3 ക്രോസ് 3000 modify. So you can see E ഉം F ഉം G ഉം അതിന് automatically ഉണ്ട്. With equivalent distances of 3000, 3000 and 3000 here. Okay. Point മനസ്സിലായി എങ്ങനെ ചെയ്യേണ്ടതെന്ന്? മനസ്സിലായി. ഹലോ, അത് ഒരു ചെറിയ കേൾക്കുന്നുണ്ടോ? ഹലോ,
ഹലോ. കേൾക്കണ്ട്. ഓക്കെ. പറഞ്ഞോളൂ. അല്ല, ഇപ്പൊ ഇവിടെ എ ബി സി ഓക്കെ, ഇതിന്റെ അത് ഇത്രയും ഗ്രിഡ് വരുമ്പോ ഈ മേളിൽ ഓരോ ബിയും സിയും ഡിയും ഒന്നും പറഞ്ഞില്ല, ആ 3 ഗ്രിഡ് ഇല്ലേ, അതിനൊരേ ബി സിയും ഡിക്ക് അതിന്റെ ഉള്ളിൽ 3 ഒരേ ഡിസ്റ്റൻസ് ആണ്. മറ്റേ ഇ എഫ് ജി അതിന് ഒരേ ഡിസ്റ്റൻസ് ആണ്, ഡി. അതായത് ഇവിടെ കാണിക്കുമ്പോ എക്സ് കാണിക്കുമ്പോഴ് എക്സ് ഡയറക്ഷനിൽ കാണിക്കുമ്പോ ആദ്യത്തേത് 0.00 കിട്ടും. അവിടെ കഴിഞ്ഞ് പിന്നത്തെ ഗ്രിഡ് ആണ് 6000. അതാണ് നമ്മുടെ ബി ഗ്രിഡ്. ബിയുടെ അത് കഴിഞ്ഞുള്ള അത് കഴിഞ്ഞുള്ള 2 ഗ്രിഡ് എന്ത് കാണിക്കുന്നതാണ് ഈ 2 എന്നുള്ളത്? അതായത് എന്റെ ഡൗട്ട് എന്ന് വെച്ചാൽ ഈ 2 ഇട്ടേക്കുന്നത് അടുത്ത 2 ഗ്രിഡിനുള്ളതാണോ? 2 ഗ്രിഡ്. ഓക്കെ, അടുത്ത 2 ഗ്രിഡ് 2000 ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് 2 കൊടുത്തത്. അപ്പൊ 3 ഗ്രിഡ് ആണെങ്കിൽ 3 ആയിട്ട് കൊടുക്കണം, 3 എണ്ണം കൊടുക്കണം അല്ലേ അവിടെ 2-ന് പകരം? എക്സാക്ട്ലി. പക്ഷെ നിങ്ങളുടെ മോഡൽ എന്താണ് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ഗ്രിഡ് ക്രിയേഷൻ ചെയ്യുക. നിങ്ങളുടെ ഫ്ലോർ പ്ലാൻ ഉണ്ടാവില്ലേ, നിങ്ങളുടെ പെർട്ടിക്കുലർ ഫ്ലോർ പ്ലാൻ, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ഗ്രിഡ് ക്രിയേഷൻ ചെയ്യുക. ഓക്കെ. സോ നോർമലി നമ്മളിപ്പോ നിങ്ങൾ വേറെ സ്ട്രക്ചറൽ മോഡൽസ് അല്ലെങ്കിൽ റെബറ്റിൽ എന്താണ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ 2 × 2000 ഇടില്ല. നമ്മൾ ഓരോ ഗ്രിഡിനും ഒരു ഡിസ്റ്റൻസ് ആയിട്ട് ഇടാം. ഈവൻ ഇഫ് അത് സെയിം ആയിക്കോട്ടെ, നമ്മൾ എന്നാലും 0, 2000, 2000, 2000, 3000, 3000 അങ്ങനെ ആയിട്ടാണ് നമ്മൾ വേറെ ഈ സ്റ്റാഡ് പ്രോ അല്ലെങ്കിൽ റെബറ്റിലൊക്കെ നമ്മൾ ഗ്രിഡ് ആയിട്ട് ഇടാം. ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് അങ്ങനെ ആയിട്ട് ഇടാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇത് ക്രോസ് ചെയ്യാണ്, ഇത് ഞാൻ 2000, പിന്നെ 3000, 3000, 3000 ആയിട്ട് ഇട്ടു. ഓക്കെ, അങ്ങനെ ആയിട്ട് എനിക്ക് ചെയ്യാം, നോട്ട് എൻ ഇഷ്യൂ. ഓക്കെ, അങ്ങനെ ആയിട്ട് എനിക്ക്. പക്ഷെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് 2 × 2 × 2000, 3 × 3000 ആയിട്ട് വരും. എങ്ങനെ ടൈപ്പ് ചെയ്താലും അത് ടെക്ലയുടെ യൂസർ ഇന്റർഫേസിന് അനുസരിച്ചിട്ടായിരിക്കും ഇത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുക. ഓക്കെ. ഹലോ. ശരി, ഓക്കെ, കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇതാണ് ഞാൻ നിങ്ങൾക്ക് കേൾക്കാണ്ട്. സോ ഞാൻ എന്താ ചെയ്യണ യൂസർ മാത്രമേ പറയണല്ലോ. ഇത് നിങ്ങളുടെ ഒരു കമ്പ്യൂട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ യൂസർ ഇന്റർഫേസ് ഒരു വട്ടം ഞാൻ നിങ്ങൾക്ക് കോർഡിനേറ്റ്സ് തരാം. ഓക്കെ, അത് നിങ്ങൾ ഒരു വട്ടം നിങ്ങൾ ഓപ്പൺ. ഹലോ. ഓക്കെ, ഇടയ്ക്ക് നെറ്റ് വിട്ടു പോകുന്നുണ്ടല്ലേ? അവിടുത്തെ നെറ്റിന്റെ ഇഷ്യൂ ആണോ അതോ ഇവിടെ കുഴപ്പമില്ലെന്നാ തോന്നുന്നത്? അല്ല, ഇവിടുത്തെ ഇപ്പൊ കുറച്ചു മുമ്പ് തന്നെ ക്ലാസ് കണ്ടക്ട് ചെയ്തതാണ്. എന്നപ്പോ ഓക്കെ, എന്താ അപ്പുറത്തോട്ട് മാറി നോക്കാം. സൗണ്ട് അതോ ഇനി സൗണ്ടിന്റെ ക്ലാരിറ്റിയുടെ പ്രോബ്ലം ആണെന്ന് അറിയില്ല. ഓക്കെ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ കേൾക്കണ്ടോ? ഓക്കെ, ഇപ്പൊ ഓഡിബിൾ ആണോ? ഇപ്പൊ ഞാൻ വൈഫൈയുടെ ഇതിന്റെ അടുത്ത് വന്നിരുന്നു. ഓക്കെ. സോ ഞാൻ പറയേണ്ടത് കോർഡിനേറ്റ്സിന് ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു അസൈൻമെന്റ് തരാം. ഓക്കെ. സോ ആ അസൈൻമെന്റ് നിങ്ങൾ ഒരു വട്ടം കംപ്ലീറ്റ് ചെയ്തു. സോ ദാറ്റ് ഈസ് യൂസർ ഇന്റർഫേസ്, ന്യൂ വ്യൂസ്, കോർഡിനേറ്റ്സ്, ലേബിൾസ് ആൻഡ് ഗ്രിഡ് ഏരിയസ്. ഓക്കെ. സോ ദാറ്റ് വൺസ് യു ഫിനിഷ് വിത്ത് ദിസ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓർ there will be doubt in beams and columns as well. Okay. So today ഒരു കോർഡിനേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കോർഡിനേറ്റർ ആഡ് ചെയ്യേണ്ടത് along x, y and z plane as well, how you can create new views, all of this will be covering it today. Okay. So ഇതാണ് ഇപ്പൊ നിങ്ങളുടെ x ഡയറക്ഷനിൽ ഞാൻ ഇട്ട കോർഡിനേറ്റ്, ദാറ്റ് ഈസ് a b c. ഞാൻ അത് സ്പേസ് ആയിട്ട് അയച്ചു വിടാം. ഓക്കെ. സോ ഇപ്പൊ ഞാൻ 1 2 3 ഇട്ടു, 4 ഇട്ടു, സ്പേസ് 5, സ്പേസ് 6. Okay, and then I'll click on modify, and now I'll just put on space and I'll 3 cross 4000 and I'll just enter modify. So automatically our grids will update. Okay, so you can see
put it as 3 cross 4000. So till 6, that is 1, 2, 3, 4, 5, 6. Grids update ആയിട്ടുണ്ട് 1, 2 അതിന്റെ ഇടയിലുള്ള സ്പേസ് ആണ് 3000. But if you look into 4, 5 and 6, space between those are 4000. Okay. 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 ഇതാണ് ഞാൻ എൻ്റെ ഗ്രിഡ്സ് എക്സും വൈയിലും ബിഫോർ ഐ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് ദ മോഡൽ ഐ എം ഗോയിങ് ടു ആഡ്. ഇങ്ങനെ ആയിരിക്കും ഞാൻ ആഡ് ചെയ്യുക. സിമിലർലി ഇപ്പൊ എൻ്റെ Z ഡയറക്ഷനിലുണ്ട്, ദാറ്റ് ഈസ് ദ എലിവേഷൻ പാർട്ട്. എക്സും വൈയും എൻ്റെ 2D പ്ലെയിൻ ആണ്. XY is my 2D plane. Z or Z is where I'm going to create my elevation. That is first floor, second floor, third floor. Okay. അതിന്റെ ഡിസ്റ്റൻസിങ് ആണ് എനിക്ക് ഇവിടെ Z ഡയറക്ഷനിൽ ഡയറക്ട്ലി തന്നിരിക്കുന്നത്. അതിൽ എനിക്ക് നമ്പർ ഇടണ്ട, എലിവേഷൻ മാത്രം ഇട്ടാൽ മതി. പോയിന്റ് മനസ്സിലായോ? ഡയറക്റ്റ് എനിക്ക് എലിവേഷൻ ഇടാം, ദാറ്റ് ഈസ് 3000 mm അല്ലെങ്കിൽ 3 മീറ്റേഴ്സിന്റെ ഹൈറ്റ് ഇടാം. ഡയറക്ട്ലി ആ എലിവേഷൻ ഇതിൽ സെക്ഷനിൽ ഇടാം. ഓക്കെ, അതാണ് ഞാൻ Z ഡയറക്ഷനിൽ അതിന്റെ അനുസരിച്ചിട്ട് പോവാ. ഞാൻ എപ്പോഴെങ്കിലും മോഡൽ ക്രിയേഷൻ ചെയ്യുന്നതിന് മുമ്പ് ദ ഫസ്റ്റ് തിങ് ഐ ഹാവ് ടു ഡു ഇസ് ഐ ഹാവ് ടു മേക്ക് ഷുവർ മൈ ഗ്രിഡ് ഈസ് അക്കോർഡിംഗ് ടു ദ ഫ്ലോർ പ്ലാൻ. ഇതിൽ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി ബീമും കോളം ഇടുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് മോഡലും ചേഞ്ച് ആവും. ഓക്കെ, പിന്നെ എനിക്കത് വീണ്ടും റീഎഡിറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ടു മേക്ക് ഷുവർ ഈ കോർഡിനേറ്റ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അല്ല, നിങ്ങൾ മാനുവലി ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നെക്സ്റ്റ് സെക്ഷനിൽ പോവുക. ഇതിന്റെ നെക്സ്റ്റ് സെക്ഷൻ ആണ് നമ്മളുടെ വ്യൂസ് എടുക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇത് 3D വ്യൂ ആണ്. ദിസ് ഇസ് മൈ 3D വ്യൂ. സോ ലെറ്റ്സ് സേ എനിക്ക് ഇവിടെ പുതിയ ഒരു ബേസിക് 2D വ്യൂ മാത്രം വേണം, ദാറ്റ് ഈസ് എക്സും വൈയുടെ മാത്രം. ഓക്കെ, നമ്മൾ ഓട്ടോകാഡ് എല്ലാം കാണില്ലേ ബേസിക് 2D വ്യൂ, 3D ഇല്ല, നോർമൽ മാത്രം. അതെനിക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ ന്യൂ വ്യൂവിൽ പോകും. അതേപോലത്തെ വ്യൂ സെക്ഷനിൽ പോയിട്ട് ഐ ഗോ ടു ദ ന്യൂ വ്യൂ ഹിയർ, click on along grid line and I'll just click on OK here. So ഇതിന്റെ വ്യൂ പ്ലെയിൻ നിങ്ങൾ കാണാം, XY, ZY, XZ. Okay, XY ആണ് എൻ്റെ 2D view, which is the normal view which I'm going to see. ZY is my elevation along the Y axis and XZ is my elevation along the Z axis. Okay, അതാണ് ഓക്കെ. ഇങ്ങോട്ട് I'll just click on OK. So automatically എൻ്റെ പുതിയ വ്യൂ ഇതിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്കത് ആക്സസ് ചെയ്യണമെങ്കിൽ ഐ ക്ലിക്ക് ഓൺ ദ വ്യൂ ലിസ്റ്റ് ഹിയർ. ഇതാണ് എൻ്റെ ഇപ്പൊ എക്സ് ആൻഡ് വൈയുടെ വ്യൂ നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, ദിസ് ഇസ് മൈ XY 2D വ്യൂ. So once and foremost ഞാൻ ഓരോരോ വ്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അക്കോർഡിംഗ് ടു ദ സെക്ഷൻ ദാറ്റ് ഐ ആം ആഡിങ്, അത് ബീം കോളം അതിന്റെ അനുസരിച്ച് നമ്മളുടെ വ്യൂസ് ചേഞ്ച് ആവും. ഓക്കെ, അതിന്റെ അനുസരിച്ചായിരിക്കും ഞാൻ മോഡൽ ക്രിയേഷൻ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇനി ദിസ് ഇസ് ഹൗ ഐ ആം ഗോയിങ് ടു ക്രിയേറ്റ് മൈ പെർട്ടിക്കുലർ കോർഡിനേറ്റ് വ്യൂസ് ഓർ മൈ പെർട്ടിക്കുലർ ഗ്രിഡ് വ്യൂസ്. ഇനി ഇതിന്റെ താഴെയാണ് എന്റെ സ്നാപ്പ് ഓപ്ഷൻസ് എല്ലാം കിടക്കുന്നത്. Okay, ഞാൻ എൻ്റെ കഴ്സർ കൊണ്ടുവന്നിട്ടുണ്ട്. Can you see this particular buttons here? Select all, select component syllabus, select parts, surface treatment, select points, all of these things. Okay. Are you able to see this? Yes. Okay, so all of those things is related to a particular model whenever we are going to create it. For example, ഇവിടെ ഇപ്പോൾ select grid line ഉണ്ട്. ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു സിംഗിൾ grid line മാത്രമാണ് സെലക്ട് ആവുക. If I come back here, if I click here, which is select a grid line, okay, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു സിംഗുലർ ഗ്രിഡ് ലൈൻ അല്ലെങ്കിൽ സിംഗുലർ സ്പേസിംഗ് മാത്രമാണ് എനിക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, if I click here, select grid, then all the grid will be selected automatically. Hello. Okay. Okay, so ഇതാണ് ഈ ടാബ് യൂസേജ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ഞാൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ എനിക്ക് എന്തെങ്കിലും കട്ട് ചെയ്യണം ആ പെർട്ടിക്കുലർ മെറ്റീരിയൽസിനെ, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ബോൾട്ട് ഗ്രൂപ്പ്സ് ഇടണം, അതൊക്കെ എനിക്കിവിടെ ഷോർട്ട് കട്ട് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിട്ടും, ഇൻക്ലൂഡിംഗ് റീബാർ ആൻഡ് എവറിത്തിങ്. ഓക്കെ, ഇൻക്ലൂഡിംഗ് സെലക്ഷൻ ആസ് വെൽ. സോ ഹൗ ഡു യു നോ ഐ സെലക്ടഡ് സംതിങ് ഇസ്, ഇപ്പൊ ഞാൻ സെലക്ട് ഗ്രിഡ് കൊടുത്തിട്ടുണ്ട്. സോ അതൊരു ഡാർക്ക് ഹൈലൈറ്റ് ആയിട്ട് കാണാം, നിങ്ങൾക്കത് കാണാം. ബാക്കിയൊന്നും ഡാർക്ക് അല്ല, ഈ സെക്ഷൻ ദാറ്റ് ഇസ് ഗ്രിഡ് സെക്ഷൻ മാത്രമാണ് കുറച്ച് ഡാർക്ക് ആയിട്ട് കാണുന്നത്. Okay. 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 So and then this is the other thing here. ഇത് നിങ്ങളുടെ
സ്നാപ്പ് സെക്ഷൻസ് ആണ്. ദാറ്റ് ഈസ് നിങ്ങൾ ഇപ്പോൾ ബീം കോളം അല്ലെങ്കിൽ നിങ്ങളുടെ പെർട്ടിക്കുലർ വർക്കിംഗ് റിലേറ്റഡ് മോഡൽസ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിലേറ്റഡ് സ്നാപ്പിംഗ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ ടെക്ലയുടെ ഉള്ളിൽ ഇതിൽ നിങ്ങൾ കാണുന്നത്. ദിസ് ഈസ് ഓൺ ദ ബോട്ടം റൈറ്റ് ഹാൻഡ് കോർണർ. ഓക്കെ, നിങ്ങൾ ഓട്ടോകാഡ് പഠിച്ചിട്ടുണ്ടോ? ഓട്ടോകാഡ് ഞാൻ നേരത്തെ പഠിച്ചിരുന്നു. ഇപ്പൊ ഞാൻ അത് അത് ഒരുപാട് നാളായി പഠിച്ചിട്ട് അതെല്ലാം മറന്നുപോയി. ഓക്കെ ഓക്കെ, ഓട്ടോകാഡിൽ ഒരു സ്നാപ്പിംഗ് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ലൈനും സർക്കിളും പോളിലൈനും ഡ്രോ ചെയ്യുന്ന സമയത്ത് സ്നാപ്പിംഗ് ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു ബീം കോളത്തിന്റെ എൻഡ് പോയിന്റിൽ ഇട്ടു. ഓക്കെ, അത് വേറെ കോളത്തിന്റെ എൻഡ് പോയിന്റ് എനിക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിന്റെ എക്സാക്ട് മിഡിൽ പാർട്ടിനെ കൊണ്ടുവരണം. സ്നാപ്പ് ഇട്ട് റൈറ്റ്, അല്ലെങ്കിൽ അത് വേറെ സ്ഥലത്തായിട്ട് മാറിപ്പോകും. എക്സാക്ട്ലി സെന്റർ അല്ലെങ്കിൽ മിഡ് പോയിന്റ് ആയിട്ട് എനിക്ക് ചെയ്യണം. അതിന്റെ ഓപ്ഷൻസ് ആണ് എനിക്കത് ബോട്ടം കോർണറിൽ ഉള്ളത്. ഓക്കെ, അതിലാണ് ഓട്ടോകാഡിൽ തന്നെ സ്നാപ്പിംഗ് ഓപ്ഷൻസ്, എല്ലാം സോഫ്റ്റ്വെയറോട് സ്നാപ്പിംഗ് ഓപ്ഷൻസ് ഉണ്ട്. സോ ദാറ്റ് അക്യുറേറ്റ്ലി യു ക്യാൻ പ്ലേസ് ദി കോമ്പോണന്റ് ദാറ്റ്. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ്. ഇഫ് ഐ ക്ലിക്ക് ഓൺ ദിസ് ബട്ടൺ ഹിയർ, ഇവിടെ ഞാൻ എൻ്റെ മോഡൽ സേവ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം, പ്രിന്റ് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. Okay, so this particular model I can export it as an AutoCAD file, which is a DWG and EXF. എനിക്കൊരു ASCII മോഡൽ ആയിട്ട് സേവ് ചെയ്യാം, അല്ല CAD ഫയൽ ആയിട്ട് സേവ് ചെയ്യാം, CIM സ്റ്റീൽ മോഡൽ ആയിട്ട്, ദാറ്റ് ഈസ് അനാലിസിസ് മോഡൽ ആൻഡ് ഡിസൈൻ മോഡൽ ആസ് വെൽ. ഓക്കെ, ഈ എല്ലാ മോഡൽസ് ആയിട്ട് എനിക്ക് സേവ് ചെയ്യാം, ഇൻക്ലൂഡിംഗ് IFSC ഫയൽസ് ആസ് വെൽ. IFSC ഫയൽ ഈസ് മോസ്റ്റ്ലി റിലേറ്റഡ് ടു Revit ഫയൽസ്. Revit ഫയൽസിൽ നിങ്ങൾക്ക് ലൈക്ക് BIM മോഡലിംഗ് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് അത് IFSC ഫയൽ ആയിട്ട് സേവ് ചെയ്യാം. Okay, similarly നിങ്ങൾക്ക് ടെക്ല സ്ട്രക്ചറൽ ഡിസൈനർ, ഇറ്റ്സ് എ ഡിഫറെന്റ് സോഫ്റ്റ്വെയർ, അതിന്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് അതിലും ഡയറക്ട്ലി എക്സ്പോർട്ട് ചെയ്യാം. സോ ദാറ്റ് യു ക്യാൻ ഓപ്പൺ ഇൻ ടെക്ല സ്ട്രക്ചറൽ ഡിസൈനർ ആൻഡ് സ്കെച്ചപ്പ് ആസ് വെൽ. സ്കെച്ചപ്പ് നിങ്ങളുടെ ഒരു 3D മോഡലിംഗ് സോഫ്റ്റ്വെയർ ആണ് റിലേറ്റഡ് ടു ഇന്റീരിയർ ഡിസൈനിങ് ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ്. സോ ആ സ്കെച്ചപ്പ് ഇസ് എ Trimble product, so you can upload this particular model into SketchUp as well. And then we know Trimble Connect, in which you can only share the 3D models for particular work related inquiries. Okay. Hello. Okay. Hello. Okay, any doubts or anything? നീ ഇത് പ്രോജക്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇന്നിപ്പോ ഒരു ബ്രെഡ് ലൈൻസിന്റെ ഇത് തരാം, ഡീറ്റെയിൽസ്. ഓക്കെ, ആ ബ്രെഡ് ലൈൻസിന്റെ ഡീറ്റെയിൽസിലൂടെ നിങ്ങൾ നോക്കിയിട്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബീംസും കോളംസിനും പോകാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഗ്രിഡ് ലൈൻസ് നമ്മൾ സ്പെസിഫിക്കലി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ബീംസും കോളംസിന്റെ ഇഷ്യൂ വരും. ഇത് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കോളമാണ്. കോളം പ്ലേസ് തരാൻ നമ്മൾ പിന്നെ ബീമിലേക്ക് പോകും. ഓക്കെ, ഞാനിപ്പോ കോളത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ PC എപ്പാണ് ലൈക്ക് റെഡി ആവുക, ലൈക്ക് PC/ലാപ്ടോപ്പ്? ഞാനിപ്പം ഇത് ക്ലാസ് കഴിഞ്ഞ് ഞാൻ പോകുന്നുണ്ട്. ഞാൻ ഇത് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഉച്ച കഴിഞ്ഞ് പോകാന്ന് വിചാരിക്കും. നീ അവിടെ പോയിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും ഓക്കെ. അപ്പൊ ചെന്നിട്ട് ആദ്യം ഇതിന്റെ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കണം. അതിന്റെ പ്രോബ്ലം ആണോ, ഇനി ടെക്ല സപ്പോർട്ട് ചെയ്യുന്നില്ലയോ, അതിന്റെ ലോഡ് കൂടിയാൽ 8 GB റാം മതിയായിരിക്കുമല്ലോ അത്രയും. ഐ മീൻ ഞാനിപ്പോ വർക്കിംഗ് ചെയ്യുന്ന ലാപ്ടോപ്പും 8 GB ആണ്, സോ അത് വർക്ക് ആവും. ആക്ച്വലി നേവീസ് വർക്ക്സ് ആണ് ടെക്ലയുടെ കാലം കുറച്ചുകൂടി ഹൈ ഉണ്ട്. ലൈക്ക് നേവീസ് വർക്ക്സ് ആണ് അറൌണ്ട് 8 GB, ടെക്ല ആണ് അറൌണ്ട് 2 to 3 GB മാത്രം. അപ്പം ഇതിന്റെ റാമിന്റെ ഇത് ചേഞ്ച് ചെയ്യണോ, അപ്ഗ്രേഡ് ചെയ്യണോ? ഐ മീൻ നിങ്ങൾക്ക് നല്ല ലൈക്ക് അറൌണ്ട് 16 GB is always preferential. ലൈക്ക് നമ്മൾ എപ്പോഴെങ്കിലും സ്ട്രക്ചറൽ മോഡൽസ് അല്ലെങ്കിൽ 3D മോഡൽ സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് ഓൾവേസ് 16 GB is the recommended one. 8 GB നമ്മളുടെ മിനിമം റാം ആണ്. ലൈക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ സിസ്റ്റം ഹാങ് ആവും. അല്ല ഹാങ് ആവല്ല. നവീസ് വർക്ക് ചെയ്യുമ്പോൾ ഹാങ് ആയിരിക്കും അല്ലേ? ടെക്ലയ്ക്ക് പ്രോബ്ലം ഇല്ലായിരിക്കുമല്ലോ? ഇല്ല, ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടാവില്ല. നേവി സോഴ്സ് ചെയ്യുന്ന സമയത്ത് ഹാങ് ആവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ അതിൽ അനിമേഷന്, സിമുലേഷൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹാങ് ആവും. പിന്നെ നിങ്ങളുടെ i7 ലൈക്ക് അറൌണ്ട് 8th ജനറേഷൻ അല്ല, കുറച്ച് പഴക്കമുള്ള ജനറേഷൻ അല്ലേ,
അത് 5-6 വർഷം മുമ്പുള്ള. സോ അതും പ്രോസസ്സറിന്റെ അതും കുറച്ച് പഴക്കമായി. സോ അതും സ്ലോ ഡൗൺ ചെയ്യും നിങ്ങളുടെ സിസ്റ്റത്തിന്. സിസ്റ്റത്തിന്റെ പ്രോസസ്സറും റാം എത്ര പഴക്കമാണ് അത്ര നിങ്ങളുടെ സിസ്റ്റമും സ്ലോ ആവും. ഇപ്പൊ നിങ്ങളിപ്പോ നേവീസ് വർക്ക്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിന്റെ ലോഡ് എത്ര കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ സിസ്റ്റമിന്റെ എന്താ പറയാ സ്ലോനെസ്സും കൂടും. ഇറ്റ്സ് ലൈക്ക് നിങ്ങളിപ്പോ ഞാനിപ്പോ എന്റെ കഴ്സർ വെച്ചിട്ട് ഈ ഗ്രിഡ് ലൈനിനെ ഡ്രാഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ സ്ലോലി ഇങ്ങനെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പോവുക. അത് ലൈക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ സ്ലോ ആവുന്നു മാത്രം. അപ്പൊ അതൊന്ന് ഞാൻ ചോദിക്കാം, അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ഒന്ന് തിരക്കാം. ഓക്കെ. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു മോഡൽ ഓപ്പൺ ആകുമ്പോ ഇപ്പൊ കൂടുതൽ ഹാങ് ആകും, വലിയ മോഡലൊക്കെ ആണെങ്കിൽ അങ്ങനെ വരുമോ? വരും. ലൈക്ക് ഇതിലിപ്പോ ഇപ്പൊ ഞാൻ അതിലൊരു ന്യൂ മോഡലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു വേറെ പുതിയ മോഡൽ എടുത്തിട്ടില്ല. ലൈക്ക് പുതിയതായിട്ട് എന്റെ ഈ ഗൾഫിലെ നേരത്തെ ഇവിടെ വലിയ പ്രോജക്റ്റിന്റെ മോഡൽസ് ഒക്കെ ഇരിപ്പുണ്ട് കയ്യില്. അപ്പൊ അതൊന്നും ഈ കമ്പ്യൂട്ടർ മിക്കവാറും വർക്ക് ആകത്തില്ലായിരിക്കും അല്ലേ? അത് ലൈക്ക് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ലോഡ് ആവാൻ സമയം പിടിക്കും. സമയം എടുക്കും അല്ലേ? സിസ്റ്റം അത് എക്സ്റ്റേണൽ ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്താലും ഇത് കമ്പ്യൂട്ടറിന്റെ ഇതുമായിട്ട് ഇതാകത്തില്ല അല്ലേ? നമ്മുടെ ബിക്കോസ് അതിന് ബന്ധമില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാണ്ട് ഓപ്പൺ ചെയ്യുന്നത് ടെക്ല സ്ട്രക്ചേഴ്സ് ഓപ്പൺ ചെയ്തിട്ടല്ല നിങ്ങൾ ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, നിങ്ങളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ബിൽഡിങ്ങിന്റെ എത്ര കോംപ്ലക്സിറ്റി അതും മാറ്റർ ചെയ്യും. ദ ബിൽഡിംഗ് ഇസ് ടു കോംപ്ലക്സ്, then it will take a higher amount of time because complex structures complex components ഉണ്ടാവും, number of components കൂടും, റൈറ്റ്? സോ അതെല്ലാം ലോഡ് ചെയ്യുന്ന പറഞ്ഞ സമയത്ത് നിങ്ങളുടെ റാം ആണ് മോസ്റ്റ്ലി അത് ബാക്ക് എൻഡിൽ പ്രോസസ് ചെയ്യുക. സോ അത് കോംപ്ലക്സിറ്റി കൂടുന്നതനുസരിച്ചിട്ട് ലോഡ് കൂടി വരുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം കുറച്ച് സ്ലോ ആവും. സോ നിങ്ങളുടെ മോഡൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് സമയം പിടിക്കും. ഞാനിപ്പോ അത് 8 GB റാമിന്റെ കേസാണ് പറയുന്നത് കേട്ടോ. 8 GB റാമിന്റെ വേണം. 16 GB ആയി കഴിഞ്ഞാൽ ലൈക്ക് അത്ര നിങ്ങൾക്ക് സ്ലോ ഉണ്ടാവില്ല. ഓപ്പൺ ചെയ്യാൻ സമയം പിടിക്കും, അത് ഗ്യാരണ്ടീഡ് ആണ്. അത് ഏത് സിസ്റ്റം എടുത്താലും നിങ്ങളുടെ മോഡൽ അനുസരിച്ചായിരിക്കും ഓപ്പണിന്റെ സമയം പിടിക്കുക, പക്ഷെ സ്ലോ ഉണ്ടാവില്ല. അതൊന്ന് ഞാൻ അവിടെ കൊണ്ടുപോയി അതുകൂടെ ഒന്ന് ഞാൻ കമ്പ്യൂട്ടർ കൊണ്ടുപോയി കാണിക്കുമ്പോഴേ ചോദിക്കാം. ഓക്കെ അപ്ഗ്രേഡിങ് പറ്റുമോ? ഓക്കെ. ഒരു മിനിറ്റ്. ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഗ്രിഡ് ലൈൻസ് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് മൈ എക്സ്, വൈ ആൻഡ് സി ആൻഡ് ദ ലേബിൾസ് ആസ് വെൽ. ഒരു വട്ടം ഗ്രിഡ് ലൈൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എൻ്റെ കോളംസ് ആഡ് ചെയ്യുക. ഓക്കെ, സോ ഓൾവേസ് whenever we are talking about structural model, the first thing we are always going to add is column. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ beam ആഡ് ചെയ്യുക. That's the workflow. We never put beam first and then column second. Always it is column first, then beam second. Okay. Here we are going to click on create steel column. So once I click it here, അതിന്റെ related details എനിക്ക് മനസ്സിലാവും. That is the name, profile, അതിന്റെ related material, finish, class, the numbering series, its positioning, its deformation, and other aspects as well. Other aspects are user defined attributes. So the first thing is column. എനിക്ക് കോളത്തിന്റെ പേര് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ പേര് ഞാൻ അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യും. Second is the profile. So profile, for example, is it a U section, C section, I section, a normal steel column? അതാണ് എൻ്റെ പ്രൊഫൈലും പിന്നെ അതിൻ്റെ റിലേറ്റഡ് ഡയമെൻഷൻസും. So if I need to change that, I can just click it on the profile section here on this 3 dot that I am finding, and then I can select that related column here. So if I just click it, so I have I profile, L profile, U, C, T, rectangular hollow section, circular hollow section, circular sections here, plate profile, Z profile, folded plate, and other patterns as well. Now this thing would change once you change the environment. Okay, once you change the environment, ഇതിന്റെ ഉള്ളിലത്തെ പ്രൊഫൈൽസും either it will be added or it will be deleted. According to the needs ആയിരിക്കും നിങ്ങളുടെ ആ പ്രൊഫൈലിൽ അപ്ഗ്രേഡേഷൻ വരും. Okay, now there is another environment known as blank environment എന്ന് നമ്മൾ പറയും.
ഇതിപ്പോ ഞാൻ ഇട്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റേൺ എൻവയറമെന്റ് ആണ്. ജോജി ഇപ്പൊ ട്രൈ ചെയ്യുന്നത് ഇറ്റ് വിൽ ബി US or UK. Yes. മിഡിൽ ഈസ്റ്റ് USA ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ യൂസ് ഇത് ഈ സെയിം പ്രൊഫൈലാന്ന് തോന്നുന്നു. മിഡിൽ ഈസ്റ്റും USA. യെസ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും അതിന്റെ റിലേറ്റഡ് ഡീറ്റെയിൽസ് കണ്ടു കഴിഞ്ഞാൽ. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ ഐ സെക്ഷന് നിങ്ങൾ 2 ടെക്ലിന്റെ ടാബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു മിഡിൽ ഈസ്റ്റ് എൻവയറമെന്റ്, ഒരു US അല്ലെങ്കിൽ UK, രണ്ടെണ്ണം നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിയർലി സെയിം തന്നെ, മോസ്റ്റ്ലി സെയിം തന്നെയാണ്, പക്ഷെ കുറച്ച് ഡീറ്റെയിൽസ് ചേഞ്ച് ആവുന്നത് മാത്രം. ഓക്കെ, പക്ഷെ വേറൊരു സെപ്പറേറ്റ് എൻവയറമെന്റ് കൂടിയുണ്ട്, അതിന് നമ്മൾ ബ്ലാങ്ക് എൻവയറമെന്റ് എന്ന് പറയും. ബ്ലാങ്ക് എൻവയറമെന്റ് നമ്മൾ ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഭയങ്കര കുറവ് പ്രൊഫൈൽസ് ആയിരിക്കും വരാം. സിമിലർലി അതിന്റെ ഉള്ളിലത്തെ ഗ്രിഡ് ലൈൻസ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് ഇസ് അൺഎഡിറ്റബിൾ. ഓക്കെ, so that's when if we open Tekla without installing an environment, that's when the blank profile comes into picture. Okay, so yesterday day before yesterday ഞാൻ installation ചെയ്യുന്ന സമയത്ത് environment install ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്തിരുന്നു, ഞാൻ 3 എണ്ണം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, സോ നിങ്ങൾക്ക് ബ്ലാങ്ക് എൻവയറമെന്റ് പിന്നെ ബാക്കിയുള്ള 3 എൻവയറമെന്റ്സ് നിങ്ങൾക്ക് ഇതിൽ accessible ആണ്. ബ്ലാങ്ക് എൻവയറമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിമിറ്റഡ് യൂസേജ് ആയിരിക്കും വരാം, വെരി ലിമിറ്റഡ് യൂസേജ് ഇൻ ടെക്ല ഇറ്റ്സെൽഫ്. ഓക്കെ, ബട്ട് വെൻ യു ഗോ ടു അത് ഈ സോഫ്റ്റ്വെയറിൽ തന്നെ ഇൻബിൽറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ, ബ്ലാങ്ക് എൻവയറമെന്റ്? സോഫ്റ്റ്വെയറിൽ തന്നെ ഇൻബിൽറ്റ് ആണ്. ഓക്കേ, സോഫ്റ്റ്വെയറിൽ തന്നെ നിങ്ങളുടെ ഇൻബിൽറ്റ് ആണത്. ഓക്കേ, Okay, so any doubts still here? Nothing. Okay, so ഇതിലിപ്പോ എനിക്ക് ഏതെങ്കിലും സെക്ഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ ആ സെക്ഷനിൽ ഐ പ്രൊഫൈലിന്റെ ഉള്ളിൽ തന്നെ ഐ മൾട്ടിപ്പിൾ സെക്ഷൻസ് here. Similarly, if I go to L profile, I have multiple options. U profile and C profile also I have multiple options here. Okay, so according to the option, I'm going to select. So here, let's say I'm going for HEA. So HEA, that is 140. So ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിലേറ്റഡ് ഡീറ്റെയിൽസ് എനിക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണാം. അതിന്റെ ഹൈറ്റ്, അതിന്റെ വിഡ്ത്ത്, അതിന്റെ വെബ് തിക്നെസ്, അതിന്റെ റിലേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ. ഓക്കെ, എനിക്കത് ഈസിലി ആയിട്ട് അതിൽ ചെയ്യാൻ പറ്റും. ഇത് ആർ യു ഏബിൾ ടു സീ ദിസ്? ഇതാണ് എന്റെ റിലേറ്റഡ് പ്രോപ്പർട്ടീസ് ആൻഡ് അതിന്റെ അസോസിയേറ്റഡ് ഉള്ള വാല്യൂസ്. അതാണ് അസോസിയേറ്റഡ് ഡീറ്റെയിൽസ്. പിന്നെ അതിന്റെ അനാലിസിസ് വാല്യൂസ് ആണ്, ദാറ്റ് ഈസ് ഹൈലി സ്ട്രക്ചറൽ ഡീറ്റെയിൽസ്, ദാറ്റ് ഈസ് മൊമെന്റം ഓഫ് ഇനർഷ്യ, ന്യൂട്രൽ ലൊക്കേഷൻ, റേഡിയസ് ഓഫ് ഗൈറേഷൻ, സെക്ഷൻ മോഡുലസ്. ഇതൊക്കെ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക്കിൽ പഠിക്കുന്ന സംഭവങ്ങളാണ്. സെക്ഷൻ മെറ്റീരിയൽസിന് പറഞ്ഞിട്ട് അതൊരു കോഴ്സ് ഉണ്ട്. ഓക്കെ, സോ അതിന്റെ ഉള്ളിലത്തെ റിലേറ്റഡ് നമ്മൾ ഈ ഐ സെക്ഷൻ ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ റിലേറ്റഡ് ഡീറ്റെയിൽസ് ആണ് ഇതൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് യൂസർ ആട്രിബ്യൂട്ട്സ്. ദിസ് ഈസ് another highly advanced structural details that you have. Okay, അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് എനിക്ക് ആ പെർട്ടിക്കുലർ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണാൻ പറ്റില്ല. ഓക്കെ, സോ ലെറ്റ്സ് സേ ഐ ആം സെലക്ടിങ് ദിസ് വൺ. എനിക്ക് സെലക്ഷൻ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡബിൾ ക്ലിക്ക് മാത്രം ചെയ്താൽ മതി. ഐ ജസ്റ്റ് നീഡ് ടു ഡബിൾ ക്ലിക്ക്, ഓട്ടോമാറ്റിക്കലി എന്റെ പ്രൊഫൈൽ അത് ചേഞ്ച് ആവും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി എന്റെ പ്രൊഫൈൽ അത് ചേഞ്ച് ആവും. ഓക്കെ, ഇതാണ് എന്റെ മെറ്റീരിയൽസ് എനിക്ക് സെലക്ഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. എനിക്ക് അതിന്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. A36, A54, FE510, FE430, ഗ്രേറ്റിംഗ്, S235. അതിന്റെ റിലേറ്റഡ് മെറ്റീരിയൽസ് ഇതൊക്കെ സ്റ്റീൽ മെറ്റീരിയൽസ് ആണ്. കോൺക്രീറ്റ് ആൻഡ് കോൺക്രീറ്റ് മെറ്റീരിയൽസ്, റീഇൻഫോഴ്സിംഗ് റീഇൻഫോഴ്സിംഗ് മെറ്റീരിയൽസ്, മിസ്സലേനിയസ് ആൻഡ് മിസ്സലേനിയസ് മെറ്റീരിയൽസ്. മിസ്സലേനിയസ് മെറ്റീരിയൽസ് നിങ്ങളുടെ അലുമിനിയം, ബിറ്റുമിൻ, സ്റ്റീൽ ഗ്ലാസ്, ഫൈബർ ഗ്ലാസ്, so on and so forth. അങ്ങനത്തെ മെറ്റീരിയൽസ് ആയിരിക്കും നിങ്ങൾക്ക് വരാം. ഓക്കെ, ആ മെറ്റീരിയൽസ് ആയിരിക്കും നിങ്ങൾ ഇതിൽ പോയിട്ട് സെലക്ഷൻ ചെയ്യുക. let's say some steel, I'm going for A36, I'm going to click on apply. Okay, so related material change ആയിക്കോളും. Okay, this is the related to my general section here. And if I select the class is actually the color coding of my particular beam columns here. beam column place ന്റെ related color codings ആണ് ഞാൻ ക്ലാസ്സിൽ കൊടുക്കുക. Okay, and then the number and series and positioning series നമുക്ക് next ക്ലാസ്സിൽ നോക്കാം. So positioning series is actually related to the position in which your particular column is placed along the grid line. Okay, so is it related to the x-axis, y-axis? Related to that.
ഓക്കെ, നിങ്ങൾക്ക് അത് 30° റൊട്ടേഷനിൽ വേണോ, 20° റൊട്ടേഷനിൽ വേണോ, 50° റൊട്ടേഷനിൽ വേണോ, ഓക്കെ, സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. നിങ്ങൾക്കത് എത്ര എഡ്ജിന്റെ ഡിസ്റ്റൻസിലാണ് നിങ്ങൾക്കത് പ്ലേസ് ചെയ്യേണ്ടത് ഫ്രോം ദി ഒറിജിൻ ഓർ ഫ്രോം ദ പെർട്ടിക്കുലർ ഗ്രിഡ് ലൈൻ. ഓക്കെ, അതാണ് നിങ്ങളുടെ ആ കോളത്തിന്റെ പൊസിഷനിങ് ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ കോളം സെക്ഷൻ. സോ ഐ വിൽ ഫർദർ എക്സ്പ്ലെയിൻ ടു യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് തരാം. ഓക്കെ, സോ അസൈൻമെന്റ് നിങ്ങൾ ഗ്രിഡ് ലൈൻസ് വരച്ചോളൂ. ഓക്കെ, അതിന്റെ റിലേറ്റഡ് നമ്പറിങ്സ് ആയിട്ട്. ഓക്കെ, ഗ്രിഡ് ലൈൻസ് ക്രിയേഷൻ ചെയ്തോളൂ. അറ്റ് ദ സെയിം ടൈം വ്യൂ view section here. Okay, you can create those as well. Okay, so what are the ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്